ആദരണീയരായ പണ്ഡിതന്മാരെ, ഓഫാക്കാൻ പറ്റുന്നു. സർവാദരണീയരായ പണ്ഡിതന്മാരെ, പ്രസ്ഥാന നേതാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ മാസം എന്ന് മഹത്വമുള്ള റജബുൽ മുറജ്ജബിൽ റജബ മാസത്തിൽ ആത്മീയമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും റമദാനിന്റെ ആഗമന ആഘോഷത്തിൽ സന്തോഷിക്കാനും ഒരുക്കിയിട്ടുള്ള മനോഹരമായ സദസ്സിലാണ് നാം സംഗമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും ഒത്തുകൂടലും എല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, പ്രസ്ഥാന ബന്ധുക്കളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെയും പാരത്രിക ജീവിതം സ്വർഗീയമാക്കട്ടെ. ഈ സദസ്സിലും അല്ലാതെയും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളവർ, എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി സന്തോഷവും ഐശ്വര്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സമാഗതമാകുമ്പോൾ ഒരു വിശ്വാസി അതിനെ സ്വീകരിക്കാൻ വിവിധങ്ങളായ രീതിയിൽ തയ്യാറെടുക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മീയമായുള്ള ഒരു സജ്ജീകരണമാണ്. ഇന്ന ഖൈറസ്സാദി അത്തഖ്വ. നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ കരുതി വെക്കേണ്ടത് അല്ലാഹുവിലുള്ള വിശ്വാസവും ഈമാനികമായ ഒരു ഉണർവുമാണ്. റമദാൻ നമ്മിലേക്ക് വന്നു ചേരുന്നത് നമ്മുടെ വിശ്വാസപരമായ പ്രഭയെ വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിനോടുള്ള അനുസരണയുടെയും ആരാധനയുടെയും ഊർജവും ശക്തിയും എണ്ണവും വർദ്ധിപ്പിക്കുവാനുമാണ്. പ്രത്യേകിച്ചും ഇത്തരം ഒരു പുതിയ കാലത്ത് ആത്മീയമായ സജ്ജീകരണങ്ങൾക്കും സന്ദേശങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു പുതിയ ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
മനുഷ്യന്റെ ചിന്തയുടെയും ഗവേഷണത്തിന്റെയും ലോകങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ റോഡിന്റെ വശങ്ങളിൽ വലിയ പരസ്യം കാണാം. റോബോട്ടിക് സർജറി സംവിധാനം ഇന്ന ഇന്ന ആശുപത്രികളിൽ ഉണ്ട്. മനുഷ്യൻ ചെന്നെത്തിയ ശാസ്ത്രീയമായ വളർച്ചയുടെ ഇപ്പോൾ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു വികാസത്തിന്റെ ഉദാഹരണമാണത്. മനുഷ്യ ശരീരത്തിൽ വളരെ സങ്കീർണമായി നിർവഹിക്കേണ്ട ശസ്ത്രക്രിയകൾ മനുഷ്യൻ തന്നെ രൂപപ്പെടുത്തിയ റോബോട്ടുകളെ ഏൽപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ പഠന ഗവേഷണങ്ങൾ വളർന്നിരിക്കുന്നു. അങ്ങനെ വളർച്ചയുടെ തോതുകൾ എണ്ണിയാൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. പണ്ടുകാലത്ത് ശാസ്ത്രവും ടെക്നോളജിയും ഒക്കെ വളരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിക്കുന്നവർ ഒരു ഉയർന്ന വിഭാഗം ആളുകൾ മാത്രമായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് പാടത്ത് പണിയെടുക്കുന്നവനും ഗ്രാമാന്തരത്തിൽ കുടിലുകളിൽ ജീവിക്കുന്നവനും എല്ലാവരും ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ പുരോഗമനത്തിന്റെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും വ്യാപകമാണ്. ഇങ്ങനെ മനുഷ്യന്റെ പുരോഗതിയെക്കുറിച്ച് എണ്ണിയാൽ നമ്മുടെ രാജ്യം നാസയെ അത്ഭുതപ്പെടുത്തുകയാണ് ഇടയ്ക്കിടെ. ഇനി നമ്മുടെ PSLVയേക്കാൾ കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വഹിക്കാൻ പറ്റുന്ന GSLV പുതിയ സംവിധാനത്തിലൂടെ നിലവിൽ വരാൻ പോവുകയാണ്. ഇങ്ങനെ മനുഷ്യന്റെ പുരോഗതിയുടെയും ശാസ്ത്ര മുന്നേറ്റങ്ങളുടെയും ഒരു ഭാഗം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗം ധാർമ്മികമായി വളരെ അപജയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 മാസമായി ഒരു ദിവസവും മുടങ്ങാതെ എന്ന പോലെ ലൈംഗിക വൈകൃതങ്ങളുടെയും വളരെ വൃത്തിഹീനമായ പീഡന കഥകളുടെയും ഉദ്ധരിക്കാൻ പോലുമാകാത്ത സംഭവങ്ങളാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം മനുഷ്യൻ അധപ്പതിക്കുന്നു എന്നതിന്റെ ഒരു സ്കെയിൽ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരികയാണ്. തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള സ്ത്രീജനങ്ങൾ വൈകൃതങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാകുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന വളരെ വിചിത്രമായ ഒരു ലോകത്തെ അഭിസംബോധന ചെയ്യേണ്ടി വരുന്നു എന്നത് ജന്മം നൽകിയ മാതാവിന് ഗർഭം തിരിച്ചു നൽകുന്ന മക്കളുള്ള ഒരു ലോകം. ഏത് വിധേനയാണ് അതിന്റെ ധാർമ്മികമായ പരിസരം എന്നത് പ്രിയമുള്ളവരെ ഏറ്റവും ആശങ്കയുള്ളതാണ്. കലാലയ പരിസരങ്ങൾ, നമ്മുടെ കുരുന്നു മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയ ചുറ്റുവട്ടങ്ങൾ കള്ളിനും കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും നിർലോഭം വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നത് മനുഷ്യകത്തിന്റെ നിലനിൽപ്പിനെതിരെയുള്ള ഭീഷണിയാണ് എന്നാർക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ആ വിധത്തിൽ മാനുഷികമായ മൂല്യങ്ങൾ കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ധാർമ്മികമായ മനുഷ്യന്റെ പരിസരം അവിടെ നിൽക്കുന്നു. അതിന് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ഞാൻ തോറ്റുപോകും.
കാരണം നിങ്ങളെല്ലാം അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിത്യവൃത്താന്തങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു ഭാഗത്ത് മനുഷ്യന്റെ സാങ്കേതികമായ വളർച്ച, മറുഭാഗത്ത് മനുഷ്യന്റെ ധാർമ്മികമായ തകർച്ച. നോക്കിയാൽ ലോകത്ത് മുഴുവനും യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങാനായോ എന്ന് നടപടികൾ മുന്നിൽ വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു നഗരം തകർത്തുകളയുന്നതിന്റെ അനിമേഷനോടുകൂടിയാണ്, അതിന്റെ വിഷ്വൽ പ്രസന്റേഷനോടുകൂടിയാണ് ഉത്തര കൊറിയയിലെ ഭരണാധികാരിയും അവിടുത്തെ സൈനിക വ്യൂഹവുമെല്ലാം കൈയടിച്ച് ലോകത്തിന്റെ മുമ്പിൽ അഭിമുഖീകരിച്ചത്. എന്നു മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധം ഓരോ രാജ്യങ്ങളും സായുധ സജ്ജരായിക്കൊണ്ടിരിക്കുന്നു എന്നത് ലോകത്ത് തന്നെയുള്ള മനുഷ്യന് നേരെയുള്ള ഭീഷണിയാണ്. ഇന്ത്യ മഹാരാജ്യം തന്നെ തുല്യതയില്ലാത്ത വിധമുള്ള ഒരു ആയുധ ഉടമ്പടിയാണ് നടത്തി എന്ന് മാത്രമല്ല, ജൂലൈയിൽ നടക്കാനിരിക്കുന്ന ഭരണാധികാരികളുടെ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും വരുന്നത് ആയുധ ഇടപാടിന്റെയും സൈനിക ബന്ധങ്ങളുടേതുമാണ് എന്ന് വന്നാൽ, പ്രിയമുള്ളവരെ, ഇതൊരു രാജ്യത്തിൻ്റെതല്ല. ലോകത്തുള്ള എത്രയോ രാജ്യങ്ങൾ ഈ കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളിലായി 27 പരം രാജ്യങ്ങൾ നിർണായകമായ ആയുധ ഉടമ്പടികൾ ഒപ്പിട്ടു എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ലോകം മുഴുവനും എന്തിനൊക്കെയോ ഒരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ലോകത്തെ മുഴുവനും വായിക്കുമ്പോൾ വലിയ ആശങ്കകൾ മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു ഭാഗത്ത് നോക്കിയാൽ ഒരുപാട് നിരപരാധികൾ കൊല ചെയ്യപ്പെടുകയും അതിലേറെ ആളുകൾ അഭയാർത്ഥികളായി ലോകരാജ്യങ്ങളുടെ കവാടങ്ങളിൽ നിൽക്കുകയാണ്. ഈ മനോഹരമായ വെള്ളിയാഴ്ച രാവിൽ മലപ്പുറം ജില്ലയിലെ ബംഗ്ലാവ് കുന്നിലെ നമ്മളെല്ലാം ഇവിടെ സമാധാനത്തോടെ ഒരുമിച്ച് കൂടുമ്പോ, പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു പറ്റം ന്യൂസ് റിപ്പോർട്ടർമാർ ബോംബ് വീണ് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ ക്യാമറയിലേക്ക് പകർത്താൻ വേണ്ടി ചെല്ലുമ്പോൾ അവർക്കതിന് സാധിക്കുന്നില്ല. ക്യാമറകൾ മാറ്റിവെച്ച് ജീവന്റെ അവസാന തുടിപ്പിനോട് മത്സരിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കുരുന്നിനെ എടുത്തുകൊണ്ട് ഓടാനാണ് ഒരു പത്രപ്രവർത്തകന് മനസ്സു തോന്നിയത്. അതുകൊണ്ട് പോയി ആംബുലൻസിൽ വെച്ച് തിരിച്ചു വരുമ്പോഴേക്ക് മറ്റൊരു കുട്ടിയുടെ ജീവൻ അടങ്ങിയിരിക്കുന്നു. അവിടെ നിന്ന് വാവിട്ട് കരയുകയാണ്. അങ്ങനെ ഒരു പറ്റമുള്ള റിപ്പോർട്ടർമാരുടെ, മീഡിയ പേഴ്സൺസിന്റെ അനുഭവങ്ങൾ അൽ ജസീറ ഓൺലൈൻ പോർട്ടലിലൂടെ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. പ്രിയമുള്ള സഹോദരന്മാരെ, അത് മാത്രം ഞാനിവിടെ പറഞ്ഞാൽ എത്രയോ നേരം വേണം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അലപ്പോയുടെയും സിറിയയുടെ വിവിധ പ്രവിശ്യകളുടെയും എന്നല്ല, സിറിയ മുഴുവനുള്ള അന്തരീക്ഷത്തിൽ റഷ്യയുടെയും അമേരിക്കയുടെയും ആയുധ ബലത്തിന്റെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് എനിക്കും നിങ്ങൾക്കും ബാധിക്കാത്ത വിഷയമല്ല. നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട ജനങ്ങളാണ് അവിടെ നിമിഷങ്ങളിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ആയുധങ്ങൾ, ബോംബുകളും മറ്റുള്ള അത്യാധുനിക സൈനിക ഉപകരണങ്ങളും വീണുകൊണ്ടിരിക്കുന്നത് സിവിലിയന്മാരുടെ കൂട്ടത്തിലേക്കാണ്. ഏതെങ്കിലും ഒരു സൈനിക താവളത്തിലേക്കല്ല, ഒരു ആയുധപ്പുരയിലേക്കല്ല, സിവിലിയന്മാരുടെ ഇടയിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോഴത്തെ അമേരിക്കൻ നടപടിയിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി വിവിധ രാജ്യങ്ങളുടെ കവാടങ്ങളിൽ കേണുകൊണ്ട് യാചിച്ചുകൊണ്ട് കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ ആഫ്രിക്കൻ രാജ്യമടക്കമുള്ള രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിവെള്ളമോ ഒരു നേരത്തെ ഭക്ഷണമോ ഇല്ലാതെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ദയനീയമായ കാഴ്ച.
ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ബാധിക്കുക? നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ എന്ന് ചിന്തിച്ച് ആശ്വസിക്കാൻ നമുക്ക് സാവധാനമില്ല. നമ്മുടെ നാലുപാടുകളെയും ഇതിന്റെ എല്ലാം അടിസ്ഥാന വിചാരങ്ങൾ വരിഞ്ഞ് മുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നമ്മുടെ മീഡിയകൾ ചിലപ്പോൾ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു വിധിയുടെ മുമ്പിൽ ഒരു പുകമറയ്ക്ക് പിന്നിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടാവാം. എന്നാൽ അതിന്റെ പിന്നിൽ ചില നാടകങ്ങൾ ലോകം കാത്തിരിക്കുന്നു എന്ന് നാം എല്ലാവരും ആശങ്കപ്പെടുകയാണ് സഹോദരന്മാരെ. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ലോകത്ത് മുഴുവനും വൈവിധ്യമാർന്ന അരിഷ്ടതകളുടെയും അരക്ഷിതാവസ്ഥകളുടെയും കഷ്ടതകളുടെയും ദുരന്തങ്ങളുടെയും കാഴ്ചകൾ മുന്നോട്ട് വരുമ്പോൾ ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഒരാൾക്ക് പോകാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ. കുറഞ്ഞു മാത്രം നിങ്ങൾ ചിരിക്കുകയും കൂടുതൽ നിങ്ങൾ കരയുകയും ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ലോകത്തിന്റെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളുകളിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക ഗുരുവായ പുണ്യ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളെ കാലേ കൂട്ടി അനാവരണം ചെയ്തപ്പോഴാണ് അതിന്റെ ഗൗരവങ്ങളെ ലോകത്തോട് പങ്കുവച്ചതെങ്കിൽ ഒരു പാതിരാത്രിയുടെ പഴുതിൽ സയ്യിദുൽ വറാ തങ്ങളങ്ങ് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മയ്യൂഖിലു സവാഹിബൽ ഹുജറാത്ത്, ആരാണ് അരമനയുടെ അകത്തളത്തിൽ ഉറങ്ങുന്ന എന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള ഈ സമുദായത്തിന്റെ ഉമ്മമാരെ അഥവാ ഈ ഉമ്മത്തിന്റെ മാതാക്കളെ ആരാണെന്ന് ഉണർത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ആരാണ് എന്റെ വീട്ടിന്റെ ഉള്ളിലുള്ളവരെ ഒന്ന് ഉണർത്തുക? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചോദിക്കുന്നത്? സാധാരണഗതിയിൽ തഹജ്ജുദിന് എഴുന്നേൽക്കുന്നവരാണ് മുത്തുനബി തങ്ങളുടെ വീട്ടുകാർ, അഥവാ ഈ ഉമ്മത്തിന്റെ ഉമ്മമാർ. അവര് തഹജ്ജുദിന് എഴുന്നേൽക്കുന്നവരാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധമായും എഴുന്നേൽക്കുന്നതാണ്. അവിടുത്തെ കൂടെയുള്ളവർ അതിന് അനുബന്ധമായി ഐച്ഛികമായി എഴുന്നേൽക്കുന്നവരാണ്. അങ്ങനെയുള്ള കുടുംബത്തോട് സാധാരണ അവർ ഉണരുന്നതിന് മുമ്പെയാണ് ഞെട്ടി ഉണർന്നുകൊണ്ട് മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, ആരാണ് എന്റെ കുടുംബത്തെ ഒന്ന് ഉണർത്തുക? ഇത് ചോദിക്കാനുള്ള കാരണം എന്താണ്? നാളെ ഈ ലോകത്തെ വരാനുള്ള വിഹ്വലമായ രംഗങ്ങൾ ഹബീബായ തങ്ങളുടെ മുമ്പിൽ അങ്ങ് തെളിഞ്ഞപ്പോഴാണ് പാതിരാത്രിയിൽ മുത്തുനബി തങ്ങൾ ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നത്, മയ്യൂഖിലു സവാഹിബൽ ഹുജറാത്ത്, ആരാണ് എന്റെ കുടുംബക്കാരെ ഒന്ന് ഉണർത്തുക? എന്തേ കാരണം? വരാനുള്ള വിപത്തുകളെ കുറിച്ചറിയുമ്പോൾ നമുക്കുള്ള ബാധ്യത എന്താണ്? എഴുന്നേറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന അതിജീവനത്തിന്റെ ഊർജം എന്ന് പറയുന്നത്, അതിജീവനത്തിന്റെ കരുത്തെന്ന് പറയുന്നത്, അതാ സിറിയയിലും ഫലസ്തീനിലും ഈജിപ്തിലും ലോകത്തുള്ള വിവിധങ്ങളായ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഭീരുക്കളാകാനല്ല. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കാർമേഘങ്ങൾ പല വഴിക്കും സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഭീരുക്കളാകാനല്ല. നമുക്ക് മറികടക്കാനുള്ള ഒരു ആയുധമുണ്ട്, അതിജീവിക്കാനുള്ള ഒരു അടിത്തറയുണ്ട്. ആ അതിജീവനത്തിന്റെ ഊർജമേതാണ്? അൽ ഈമാനു ബില്ലാഹ് വത്തൗബതു ഇലല്ലാഹ്.
എന്റെ ഈമാനുള്ള യുവാക്കളെ, ഞാനും നിങ്ങളും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് പടച്ചവനെ മറന്നുകൊണ്ട് പലതിന്റെയും പിന്നിലേക്ക് പോയപ്പോഴാണ് ഒരുപാട് പരീക്ഷണത്തിന്റെ തീജ്വാലകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നത്. അള്ളാഹു നമുക്ക് നല്ല സമ്പത്ത് നൽകിയപ്പോൾ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആർഭാടത്തിന്റെയും ദൂർത്തിന്റെയും മാനം മുട്ടുന്ന കൊട്ടാരങ്ങൾക്ക് വേണ്ടി മൽപ്പിടുത്തം നടത്തുകയും കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ അനാവശ്യങ്ങൾ വിളമ്പുകയും അതുപോലെ ഈ സമുദായത്തിലെ ചെറുപ്പക്കാര് കള്ളിന്റെയും കഞ്ചാവിന്റെയും വ്യഭിചാരത്തിന്റെയും വൃത്തികേടുകളുടെയും മൂലാമാലകളുടെ നടുവിലേക്ക് അപകടങ്ങളുടെ ആഴിയിലേക്ക് ആപതിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നത്. കേട്ടോ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് പടച്ചവനെ മറന്നപ്പോഴാ ഈ മലബാറിന്റെ മണ്ണ് ഈമാനിന്റെ പാരമ്പര്യമുള്ള മണ്ണാ. അതാ മലബാറിന്റെ പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിന്റെ മക്കയാണ്. മമ്പുറം എന്ന് പറയുന്നത് കേരളത്തിന്റെ മദീനയാണ്. മലബാറിന്റെ മക്കയും മദീനയുമുള്ള ഈ മലപ്പുറത്തെ മക്കളും ഇന്ന് പലവിധങ്ങളായ അരുതായ്മകളുടെയും ആഴികളിലേക്ക് വീണു പോകുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം വരാതിരിക്കുമോ? ഇന്നലകളിൽ പകലന്തിയോളം പാടത്തെ പണിയെടുത്ത് സന്ധ്യാസമയത്ത് ഓരത്തേക്ക് വരുമ്പോ ആ പാടത്തിന്റെ പറമ്പിന്റെ ചാരത്തുണ്ടാക്കിയ 4 കാലിൽ ഉയർത്തി വെച്ചിട്ടുള്ള നിസ്കാര പള്ളിയിൽ സാമ്പിയിൽ കയറി കാല് കഴുകി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച ഉപ്പമാര് കഴിഞ്ഞുപോയ നാടാണ്. ആ ഉപ്പമാരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു നമുക്ക് ഗൾഫിന്റെ കവാടങ്ങൾ തുറന്നു തന്നത്, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു തന്നത്, സമ്പത്തിന്റെ കവാടങ്ങൾ തുറന്നു തന്നത്. ിലേക്ക് സമ്പത്തും സൗകര്യങ്ങളും എത്തിച്ചേർന്നപ്പോൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മളെ വിവാഹ മാമാങ്കങ്ങളിലേക്ക് വീണുപോയില്ലേ? അതുപോലെ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് അതാ വീട്ടുകാര് നാട്ടുകാരറിയാതെ വിവിധങ്ങളായ ഡ്രഗുകളുടെ അഡിക്റ്റുകളായി പല നാടുകളിലും മാറുമ്പോ എന്റെ പൊന്നുമോനെ, ഈ റജബ് മാസം നമുക്കൊരു പ്രതീക്ഷയാണ്. ഇതൊരു അതിജീവനത്തിന്റെ കാലമാണ്. ഇതൊരു പരിഹാര ക്രിയയുടെ കാലയളവാണ്. അഥവാ ഇസ്തിഗ്ഫാർ കൊണ്ട് പാപമോചനം തേടി അള്ളാഹുവിലേക്ക് മടങ്ങണേ മോനെ. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നാൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ നമുക്കാവില്ല. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നാൽ അള്ളാഹു തആലയുടെ ശിക്ഷയുടെ രീതി എങ്ങനെയാണ്? ചിലപ്പോൾ കോലം മറിക്കലാണ്, ചിലപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ തരലാണ്, ചിലപ്പോൾ മാരകമായ രോഗങ്ങൾ തരലാണ്, ചിലപ്പോൾ അക്രമികളായ ഭരണാധികാരികളെ തരൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഒരു രീതിയാണ്, ശിക്ഷയുടെ ഒരു രീതിയാണ്. ഫറോവയെ ലോകത്തിന് നൽകിയത് അനുസരിക്കാത്ത ഒരു ജനതയുടെ ശിക്ഷയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി മാറും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് എപ്പോഴും വിജയം ലഭിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് ജല്ല ജലാലായ റബ്ബിലേക്കുള്ള അവലംബമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള അനുരാഗമാണ്. ഗതിയിൽ ഇവിടെ ചില ആളുകളൊക്കെ പറയും, ബദറിൽ പരാജയപ്പെടാത്ത ഞങ്ങളെ പരാജയപ്പെടൂല. ഈ ബദറിനെ പല സംഘടനകളും തെരുവുകളിൽ ഉപയോഗിക്കുമ്പോൾ മറ്റു ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. ഒരു സായുധ പോരാട്ടത്തിന്റെ, ശത്രുക്കളെ അരിഞ്ഞ് അടക്കിയതിന്റെ തുല്യതയില്ലാത്ത ഒരു സംഭവമാണ് ബദർ എന്ന് വിചാരിച്ചു പോകും. യഥാർത്ഥത്തിൽ ബദർ എന്താണ്?
ലോകത്തിന്റെ വ്യവസ്ഥിതികളോട് മുഴുവനും ഈമാൻ കൊണ്ട് അതിജീവനം നടത്തിയതിന്റെ ചരിത്രമാണ് ബദർ. അല്ലാതെ ആയുധ സജ്ജീകരണത്തിൻ്റെതല്ല, ആയോധന കലയുടേതല്ല, സൈനിക ബലത്തിൻ്റെതല്ല, തെരുവിൽ കിടന്ന് ഓരിയിട്ട് ബഹളം വെക്കുന്നതിന്റെ ഉദാഹരണമല്ല. ബദർ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അവലംബിച്ച സമ്പൂർണതയുടെ ഉദാഹരണമാണ്. ഹബീബായ നബിതങ്ങളിലേക്ക് വിലയം തേടിയതിന്റെ അതുല്യമായ ഉദാഹരണമാണ്. അറിയുമോ, ബദരീങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാന കാരണം നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ, ബദറിന്റെ തലേന്ന് രാത്രിയിൽ സ്വഹാബാ കിറാം പറഞ്ഞതെന്താണ്? ഹബീബായ തങ്ങളെ, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. ത്തിന്റെ മുദ്രാവാക്യം എന്താ? ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, തങ്ങളെ തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടിയെത്താൻ ഒരു അവലംബ കേന്ദ്രമില്ല. ഇതാണ് അവരുടെ മുദ്രാവാക്യം. ഇന്ന് ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് തെരുവിൽ കിടന്ന് കലവിലകളും ആഭാസങ്ങളും ഉയർത്തുന്ന ചില ആളുകൾക്ക് ഈ ഒരു ആശയത്തോടെങ്കിലും വല്ല ബന്ധവുമുണ്ടോ? ഒരു ബന്ധവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എക്കാലത്തും നമുക്ക് ഓടിയെത്താനുള്ള കേന്ദ്രമാണ്. അതിന്റെ ബാക്കി ഭാഗത്തെ മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നത് എന്താണ്? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ ഫിറാസി ഇല്ലാ ഇലർ റുസുലി. ഒരു ജനതയ്ക്ക് ഓടിയെത്താനുള്ള കേന്ദ്രം അവരുടെ റസൂലല്ലാതെ മറ്റാരാണ്? അത് എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. ഒരു ഉമ്മത്തിന്റെ അഭയകേന്ദ്രമെന്ന് പറയുന്നത്, ഒരു ജനതയുടെ അഭയകേന്ദ്രമെന്ന് പറയുന്നത് ആ ജനതയുടെ റാണ്. സ്വഹാബത്ത് ഏതൊരു കലിമയാണോ ചൊല്ലിയത്, അതേ കലിമയാണ് നമ്മുടെയും കലിമ. പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്ന് സ്വഹാബത്ത് പറഞ്ഞു. നമ്മൾ പറയുന്നത് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആയിരുന്നു എന്നല്ല, ആകുന്നു എന്നാണ്. നമുക്കും ഓടിയെത്താനുള്ള കേന്ദ്രമാണ് വഅൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. ഒരു ജനതയ്ക്ക് ഓടിയെത്താനുള്ള കേന്ദ്രം അവരുടെ റസൂലല്ലാതെ മറ്റാരാണ്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എല്ലാ സ്നേഹാനുരാഗങ്ങളും എല്ലാ നേതൃത്വങ്ങളും അംഗീകരിച്ചു കൊടുത്തപ്പോഴാണ് അല്ലാഹു തആല ബദറിൽ സഹായം നൽകിയത്. ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങളെ ബദറിൽ സഹായിച്ചില്ലേ? നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു. അപ്പോൾ ഇല്ല, ആയുധബലമില്ല, വാഹനബലമില്ല, ഭൗതികമായ യാതൊരു മാനദണ്ഡങ്ങളും ഒരു യുദ്ധത്തെ അതിജീവിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല, സ്വഹാബത്തിന്റെ കയ്യിലില്ല. ആ സമയത്ത് അല്ലാഹു തആല സഹായിച്ചു. ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, ബദറുൽ കമാലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സഹായിച്ചു. ബദർ എന്ന പ്രവിശ്യയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള ഒരു അവലംബം, അവിടത്തോടുള്ള ഒരു ആത്മബന്ധം, അവിടത്തോടുള്ള ഒരു ഇഷ്ടം, അവിടത്തോടുള്ള ഒരു ഹൃദയബന്ധം, അതാണ് ബദരീങ്ങളുടെ വിജയത്തിന്റെ ആയുധം. ഇന്ന് ചില ആളുകളൊക്കെ തെരുവോരങ്ങളിൽ ഇറങ്ങിയിട്ട് കലബലയുണ്ടാക്കും. ഞങ്ങള് ബദരീങ്ങളുടെ പിൻഗാമികളാ, ഞങ്ങള് ബദരീങ്ങളുടെ അനുയായികളാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ചില കക്ഷികൾക്കൊക്കെ
മൗലിദില്ല, മുത്തുനബിതങ്ങളില്ല, മുത്തുനബിതങ്ങളോട് ബന്ധപ്പെടുന്ന ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ബദർ പറയാൻ ന്യായമില്ല. ബദർ ഒരു സായുധ സമരത്തിൽ ഒരു സംഘശക്തിയുടെ അതിജീവനത്തിന്റെ ചരിത്രമല്ല, ലോകത്തുള്ള യുദ്ധസമവാക്യങ്ങളെ പരാജയപ്പെടുത്തിയ ഒരു ആത്മീയ ശക്തിയുടെ ഉദാഹരണമാണ്. ഇപ്പോഴിവിടെ വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുത്തപ്പോഴാണ് മഹാന്മാരായ സ്വഹാബത്തിന് അല്ലാഹു തആല സഹായം നൽകിയത്. ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. അല്ലാഹു നിങ്ങൾക്ക് സഹായം നൽകിയില്ലേ? പ്രിയമുള്ളവരെ, ഇടയ്ക്ക് കൂടി നിങ്ങളുടെ കയ്യിലെ ഒരു ക്ലബ്ബ് മെമ്പർഷിപ്പ് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കേരളത്തിൽ തുടങ്ങിയ ആദ്യത്തെ ഒരു സെന്റർ, കൊല്ലത്തുള്ള ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഒരു പഠന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. 1 കോടിയോളം രൂപ ചെലവഴിച്ച് ഒരു സ്ഥലവും അതിൽ ബിൽഡിങ്ങും അതിന്റെ ലൈബ്രറിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളും ഒക്കെ തുടങ്ങി അതിന്റെ റിസർച്ച് സംവിധാനങ്ങളിലൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രമാണത്. അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ മുത്തുനബി തങ്ങളെ കുറിച്ച് കിട്ടാവുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളും സമാഹരിച്ച് അതിൽ ഗവേഷണങ്ങളും അതിൽ ഉപരിപഠനങ്ങളും നൽകുന്ന മഹത്തായ ഒരു കേന്ദ്രമാണ്. ത്വയ്ബ ഇന്ത്യ എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് അതിനെ കൂടുതൽ വിപുലപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിൽ തിരുനബി പഠനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് 1000 രൂപയും നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പരും കൊടുത്താൽ അത് പൂർണ്ണമായും ആ ത്വയ്ബ സെന്ററിനുള്ള സംഭാവനയാണ്. എന്നാൽ നിങ്ങൾക്ക് ആ മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങളുണ്ട്. ഒന്ന്, 1 കൊല്ലം നിങ്ങൾക്ക് ഇൻഫോ ഇസ്ലാം എന്ന ഒരു മാഗസിൻ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. നബിതങ്ങളെ കുറിച്ച് ആളുകൾ സ്പോൺസർ ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന നല്ല നല്ല പുസ്തകങ്ങൾ പോസ്റ്റലിൽ നിങ്ങളുടെ വീട്ടിൽ സൗജന്യമായി എത്തും. വിലയുള്ള പുസ്തകങ്ങൾ അഥവാ സ്പോൺസർ ചെയ്യാതെ സെന്റർ ചെലവിൽ അടിക്കുന്ന പുസ്തകങ്ങൾ 40% ഡിസ്കൗണ്ടിൽ നിങ്ങളുടെ വീട്ടിലെത്തും. നിങ്ങൾ ഇപ്പോൾ ഫോൺ നമ്പരും 1000 രൂപയും നൽകിയാൽ നാളെ നിങ്ങളുടെ മൊബൈലിലേക്ക് അതിന്റെ വിശദ വിവരങ്ങൾ അടങ്ങുന്ന അതിന്റെ ബ്രോഷറും ക്ലബിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ ഓരോ മാസവും ഇൻഫോ ഇസ്ലാം പോസ്റ്റ് ചെയ്യുന്ന വിശദ വിവരങ്ങളും എല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് അതാ സമയത്ത് വന്നുകൊണ്ടിരിക്കും. തിരുനബി പഠനങ്ങളെ കുറിച്ചുള്ള ആനുകാലിക വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയൊക്കെയുള്ള സംവിധാനമാണ് അഹ്ബാബ് ത്വയ്ബ ലേണിംഗ് ക്ലബ് എന്ന പേരിൽ ഒരു ക്ലബ് മെമ്പർഷിപ്പാണ്. നിങ്ങൾ ഈ ആവശ്യമുള്ളവർ മാത്രമാണ് ഈ കൂപ്പൺ വാങ്ങേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പരും 1000 രൂപയും നൽകിയാൽ നാളെ നിങ്ങളുടെ മൊബൈലിലേക്ക് അതിന്റെ ക്ലബ് മെമ്പർഷിപ്പ് നമ്പർ നിങ്ങൾക്ക് വരും. തുടർന്ന് അതിന്റെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിന്റെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം ഉള്ള സൗകര്യം ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. കഴിവുള്ള ആളുകൾ ഒക്കെ അതിൽ സഹകാരികളാവണം. ആവശ്യം അതിൽ മെമ്പർ ആകാൻ ഉദ്ദേശിക്കുന്നവർ മാത്രമേ ഈ സ്ലിപ്പ് വാങ്ങാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ വലിയ സഹായം നൽകിയത് അല്ലാഹുവിലേക്ക് റസൂലിലേക്കുള്ള അവരുടെ അവലംബത്തിന്റെ ഊക്കുകൊണ്ടാണ്. ഇത് വേണ്ട പോലെ നിങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ ഒരു കാര്യം കൂടി വായിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, ഹുനൈൻ യുദ്ധത്തിന്റെ വേളയിൽ മഹാന്മാരായ സ്വഹാബത്ത് ഹുനൈൻ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വിചാരം എന്താണ്? ഞങ്ങൾക്കെന്ന് അംഗബലം കൂടുതലാണ്, ആയുധബലം കൂടുതലാണ്, വാഹനബലം കൂടുതലാണ്, സേനാശക്തി കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ജയിക്കാതിരിക്കില്ല. ഞങ്ങൾ ഏതായാലും ഇതിൽ ജയിക്കും, ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള എല്ലാ ശക്തിയും ഉണ്ട് എന്ന ഒരു ചിന്ത മഹാന്മാരായ സ്വഹാബത്തിന്റെ ഖൽബിൽ വന്നപ്പോൾ ഹുനൈൻ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ
സ്വഹാബത്ത് 4 വഴിക്ക് ചിതറിപ്പോയി. അവരാകെ പേടിച്ചരണ്ടുപോയി. കാരണം എന്താണ്? ബദറിൽ കിട്ടിയതുപോലെ അവർക്ക് ജയം കാണുന്നില്ല. ഉടനെ അവര് തിരിച്ചറിയുകയാണ്. ബദറിൽ നമ്മുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. നമ്മള് ബദറിന്റെ തലേന്ന് മൗലിദോതിയിട്ടാണ് പോയത്. മുത്തുനബി തങ്ങളുടെ അടുക്കൽ ചെന്ന് അവിടത്തോടുള്ള മഹബത്ത് അറിയിച്ചിട്ടാണ് പോയത്. ഈ ഹുനൈൻ യുദ്ധത്തിൽ നമുക്ക് അംഗബലത്തെ കുറിച്ച് ഒരു ആത്മാഭിമാനം വന്നുപോയി, ഒരഹംബോധം വന്നുപോയി. അങ്ങനെ ചിതറിപ്പോയപ്പോഴാണ് സ്വഹാബത്തെ തിരിച്ചറിയുകയാണ്. ഓടിച്ചെല്ലുന്നു മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഞങ്ങളെ ഒന്ന് കൈപിടിക്കണേ നബിയേ. ഞങ്ങളതാ വലിയ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയതാണ്, ഞങ്ങൾക്ക് മുന്നേറാനാവുന്നില്ല. തങ്ങളൊന്ന് മുന്നേ നിന്നാ ഞങ്ങള് പിന്നിലുണ്ട്. യാ റസൂലല്ലാഹ്. ഇതങ്ങ് പറയുമ്പോഴാണ് ലോകത്തെ മുഴുവനും കാരുണ്യത്തിന്റെ കേദാരമായ അത്ഭുതങ്ങളുടെ അമരത്ത് നിന്ന് ആത്മീയതയുടെ ചക്രവാളത്തെ നിയന്ത്രിച്ച ആധ്യാത്മികതയുടെ അത്യുന്നതങ്ങളിൽ നിന്ന് പ്രപഞ്ചത്തെ മുഴുവനും മദീനയിലേക്ക് മാടി വിളിച്ച അനുരാഗത്തിന്റെ ആത്മബലത്തിൽ നിന്ന് ഭൗതികമായ ജാടകളെ മുഴുവനും പരാജയപ്പെടുത്തിയ ലോകഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. വന്നുകൊണ്ട് പറയുന്നു, സഹാബാ, നിങ്ങൾ എന്റെ പിന്നിൽ നിന്നോ. അവിടുന്ന് രണഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് പറയുന്നു, അനന്നബിയു ലാ കദിബ് അനബിനു അബ്ദുൽ മുത്തലിബ്. ഞാൻ സത്യപ്രവാചകനാണ്, ഞാൻ അബ്ദുൽ മുത്തലിബ് എന്ന കുലീനനായ മക്കയിലെ പ്രമാണിയുടെ പേരക്കുട്ടിയാണ്. ഇവിടെ ഏതെങ്കിലും കുതൂഹലങ്ങളുടെ മുമ്പിൽ ചിതറിപ്പോകുന്നവരല്ല, ഏതെങ്കിലും ആശയ ദാരിദ്ര്യമുള്ളവരല്ല. എന്റെ കയ്യിലുള്ളത് ഇലാഹിയായ റിസാലത്താണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ അല്ലാഹു തആല സഹായം നൽകി. ഈ വിഷയം ഖുർആൻ പറയുകയാണ്. അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വേണ്ട പോലെ സ്നേഹിച്ച് ഈമാനികമായ അടിത്തറയോടെ നിങ്ങൾ നിലകൊണ്ടപ്പോൾ നിങ്ങളെ ബദറിൽ സഹായിച്ചു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറ വയൗമ ഹുനൈൻ. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളെ സഹായിച്ചിട്ടില്ലേ നമ്മള്? ഹുനൈനിലെ സഹായം എങ്ങനെയുണ്ടായിരുന്നു? എന്തേ അങ്ങനെ ചോദിക്കാനുള്ള കാരണം, ഇത് അഅജബത്തുക്കും കസറത്തുക്കും, നിങ്ങളുടെ അംഗബലത്തിന്റെ മേൽ ഒരു ആത്മാഭിമാനത്തോടെ നിങ്ങൾ ബദറിലുണ്ടായിരുന്ന ആസ്വാദനത്തിൽ നിന്ന് മാറി ഉഹദിൽ നിങ്ങൾ ആത്മബലത്തിലേക്ക് വന്നപ്പോൾ നിങ്ങളെ ആത്മീയതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഖുർആൻ. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എവിടെങ്കിലും നടക്കുന്ന കലാപത്തെ കുറിച്ച് ആലോചിച്ച് ഭീരുക്കളാവാനല്ല. ആ കലാപങ്ങൾ കേൾക്കുമ്പോ തെരുവിലിറങ്ങിയിട്ട് മറിച്ചൊരു കലാപത്തിന്റെ കൊടി ഉയർത്തലല്ല. എനിക്കും നിങ്ങൾക്കുമുള്ള എന്നത്തെയും അതിജീവനത്തിന്റെ ആയുധമെന്ന് പറയുന്നത് തെരുവിൽ കിടന്നുള്ള കശപിശകളല്ല, കലവിലകളല്ല, പോർവിളികളല്ല, അനാവശ്യമായ മുദ്രാവാക്യങ്ങളല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ
പറയുമ്പോഴുള്ള ഭീരുത്വമല്ല, എനിക്കും നിങ്ങൾക്കുമുള്ള ആത്മബലമേതാണ്? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനുള്ള വിശ്വാസമാ മോനെ. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയ പോർക്കളങ്ങളിൽ മരിച്ചു വീണ ഒരു യോദ്ധാവും മരിച്ചു വീണ ഒരു സ്വഹാബിയും അഹോ ഞങ്ങള് മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞിട്ടില്ല. അവരെല്ലാം പറഞ്ഞതെന്താണ്? ഞങ്ങളിതാ സ്വർഗത്തിലേക്ക് പോവുകയാണ്, സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ മുൻഗാമികൾ ഇവിടുന്ന് വിട പറഞ്ഞു പോയത്. കാരണം അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് അല്ലാ 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 എന്ന വിചാരമാണ്. അതുകൊണ്ട് കള്ളുകുടിച്ച് മത്തന്മാരായി, കഞ്ചാവടിച്ച് ബോധമില്ലാത്തവരായി തെരുവോരങ്ങളിൽ കിടക്കുന്ന ഒരു ജനതയെ കൊണ്ട് ഈ ഉമ്മത്തിന് ശാപമാണ്. അടിസ്ഥാനപരമായ ഈമാനില്ലാതെ, ഹബീബായ തങ്ങളോടുള്ള മഹബത്തില്ലാതെ അങ്ങാടികളിറങ്ങി മുദ്രാവാക്യം വിളിച്ച് കലപിലയുണ്ടാക്കുന്ന വികാര ജീവികൾ ഈ സമുദായത്തിന് ഭാരമാണ്. ഈ സമുദായത്തിന് വേണ്ടത് ഈമാനും വിവേകവുമുള്ള ചുണക്കുട്ടന്മാരാണ്, സമാധാനമുള്ള ഈമാനുള്ള മക്കളാണ്. അല്ലാതെ അങ്ങാടികളിൽ ആഢ്യത്വത്തിന്റെ പേരിൽ ജാട കാണിച്ച് തെരുവുകൾ മുഴുവനും അലങ്കോലപ്പെടുത്തുന്ന യുവ രക്തങ്ങളെ കൊണ്ട്, യുവശക്തിയെ കൊണ്ട് ഇവിടെ ഒന്നും നേടാനില്ല. ഈമാനുള്ള മക്കളെ, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ുള്ളവരെ അദീമു അലൽ ഈമാൻ, നിങ്ങൾ ഈമാനിൽ നിതാന്ത ജാഗ്രതയുള്ളവരാവണം. അതുകൊണ്ട് തന്നെ സദസ്സിനോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, ഇത് കേവലം ആചാരത്തിന് വേണ്ടിയുള്ള പ്രഭാഷണ വേദിയല്ല. എന്റെയും നിങ്ങളുടെയും എല്ലാം ഈമാനിനെ ഊതിക്കാച്ചി ഉയർത്തി നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളിൽ അള്ളാഹുവോട് നിർവ്യാജം തൗബ ചെയ്ത് നല്ലവരായി മാറിയാൽ, ഈമാനും തഖ്വയും ഇബാദത്തുമുള്ള ഒരു യുവത ഇവിടെ ഉണ്ടായാൽ നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരാരും പരാജയപ്പെട്ടവരല്ല, നമ്മളിൽ നിന്ന് കൊല്ലപ്പെട്ടവരാരും പരാജയപ്പെട്ടവരല്ല. അവിടെയാണ് നമ്മുടെ വിജയം. അവിടെ വിജയം. കാരണം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് താൽക്കാലികമായ ഒരു വീടാണ്. ഇവിടുന്ന് ഏതായാലും യാത്രയാകും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും പോകേണ്ടവർ. ചിലപ്പോൾ വാർദ്ധക്യം കൊണ്ട്, ചിലപ്പോൾ രോഗം കൊണ്ട്, ചിലപ്പോൾ അപകടത്തിൽ, ചിലപ്പോൾ കൊലപാതകത്തിൽ. അങ്ങനെ ഈ ലോകത്തുനിന്ന് യാത്രയാവും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിന്റെ എല്ലാം ഈ ഭൗതിക ജീവിതമല്ല. നമുക്ക് നാളെ മനോഹരമായ സ്വർഗീയ ആരാമം വരാനുണ്ട്. അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള പറുദീസയുടെ ലോകം. ാണ് വിജയികൾ. സ്വർഗപ്രവേശം ലഭിച്ചു, നരകമോചനം ലഭിച്ചിട്ട് സ്വർഗപ്രവേശം സിദ്ധമായാൽ അവരാണ് പ്രിയമുള്ളവരെ വിജയിച്ചു പോയ ആളുകൾ. അതുകൊണ്ട് ആ ഈമാനിലേക്ക്, വിജയത്തിലേക്കുള്ള മാർഗം എന്താണ്? അല്ലാഹുവിലേക്ക് മടങ്ങലാണ്. നല്ല ദിക്റ് ചൊല്ലണേ, നല്ല സ്വലാത്ത് ചൊല്ലണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് അവിടുത്തെ പ്രകീർത്തനം ചൊല്ലണേ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ലോകത്ത് നിന്ന് യാത്രയാകേണ്ടവർ. പക്ഷേ നമുക്ക് നമ്മുടെ അതിജീവനം എവിടെയാണ്? നമ്മുടെ വിജയം എവിടെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന ഈമാനോടെ ഇവിടുന്ന് പോണം. എന്നാൽ നമ്മൾ ജയിച്ചു.
അതാണ് നമ്മുടെ വിജയം. അല്ലാഹു എന്ന അചഞ്ചലമായ വിശ്വാസത്തിൽ, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ രക്ഷിതാവിനുള്ള ശരിയായ വിശ്വാസത്തിൽ ഹൃദയം ഉറപ്പിച്ചവരായി ഇവിടുന്ന് യാത്രയായാൽ എന്നേക്കുമുള്ള വിജയത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിപ്പോയി. പിന്നെ നമുക്ക് ബേജാറാകേണ്ടതില്ല, പിന്നെ നമുക്ക് പ്രയാസപ്പെടേണ്ടതില്ല. അതാണ് അങ്ങ് മംഗലാപുരത്ത് കൊല ചെയ്യപ്പെട്ട റിയാസ് മുസ്ലിയാരുടെ രക്തം വാർന്നു കിടക്കുന്ന ചിത്രം കണ്ടപ്പോൾ നമുക്ക് വേദനയുണ്ടായെങ്കിൽ, പിറ്റേന്ന് പാൽപുഞ്ചിരിയോടെ കഫംപുടവയുടെ ഉള്ളിൽ കിടക്കുന്ന ചിത്രം കണ്ടപ്പോ നമുക്കൊരു നിശ്വാസമുണ്ടായിട്ടുണ്ട്. അതൊരു അതിജീവനമായിരുന്നു. നിങ്ങൾക്ക് എന്റെ ശരീരത്തെ മുറിക്കാം, ഞാൻ അവസാനിച്ചിട്ടില്ല, ഞാൻ പോകുന്നു ഇലാ ഫറാദീസിൽ ജിനാൻ, ഞാൻ സ്വർഗത്തിലേക്ക് പോവാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ഈമാനോടെ ഈ ലോകത്തുനിന്ന് യാത്രയാവുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ വിജയം. നമ്മൾ ഇസ്ലാം പഠിപ്പിച്ച സമാധാനത്തോടെ ജീവിക്കണം. ഒരനാവശ്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമെന്ന് പറയുന്നത് ഇടത്താവളമാണ്. ഒരു മരച്ചുവട്ടിൽ തണൽ കൊള്ളാൻ വന്ന യാത്രക്കാരനെ പോലെയാണ്. ക്ഷീണം മാറിയാൽ ഇതൊഴിവാക്കിയിട്ട് യാത്ര തുടരും എന്നതുപോലെയാണ് ഈ ദുനിയാവ്. താൽക്കാലികമാണ്. ഇവിടെ ഒരാൾ അല്പകാലം ഒന്ന് നീണ്ടു ജീവിച്ചു പോയാൽ, ഒരു 80 വയസ്സാവുമ്പോ ആളുകൾ പറയും സഇംതു തകാലീഫൽ ഹയാതി വമൻ യഇസ് 80 ഹൗല ലാ ബാലക യസ്അമി. ഒരു 10-70-80 വയസ്സൊക്കെ ആയാൽ പറയുന്നത് നല്ല നിലക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി, ജീവിതത്തിന്റെ എല്ലാ രസങ്ങളും തീർന്നുപോയി, ജീവിതത്തിന്റെ എല്ലാ ആനന്ദങ്ങളും അവസാനിച്ചു പോയി. അങ്ങനെയുള്ളതാണ് ഈ ലോകം. ഈ ലോകത്തിന് വേണ്ടി എന്തിനാണ് കടിപിടി കൂടുന്നത്? എല്ലാവർക്കും ഒഴിവാക്കിയിട്ട് പോകാനുള്ള ലോകമാണിത്. ഈ ലോകത്തിന് വേണ്ടി നമ്മൾ എന്തിനാ കടിപിടി കൂടണം? അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അധികാരത്തിന് വേണ്ടി, ഇവിടുത്തെ സമ്പത്തിന് വേണ്ടി, ഇവിടുത്തെ ആഢ്യത്വത്തിന് വേണ്ടി, ഇവിടുത്തെ ജാടയ്ക്ക് വേണ്ടി കടിപിടി കൂടാൻ നമ്മളില്ല. എന്തേ കാരണം? ഇതെല്ലാം വിട്ടേച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി ആരാണ് കടിപിടി കൂടാനുള്ളത്? നമ്മൾ പരിശ്രമിക്കേണ്ടത്, മത്സരിക്കേണ്ടത്, കരുത്തുകാട്ടേണ്ടത് നാളത്തെ സ്വർഗത്തിലെ ആരാമം, അതിലെ ഉദ്യാനം, അതിലെ കൊട്ടാരം വാങ്ങാനാണ്. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. അതനന്തമായ സൗന്ദര്യങ്ങളുടെ ലോകമാണ്. അവിടെ കൊട്ടാരം കിട്ടിയവന് പിന്നെ ഒഴിവാകുന്നില്ല. അധികാരിയും മരിക്കേണ്ടവരാണ്, ഇവിടെയുള്ള എല്ലാ നേതാക്കളും മരിക്കേണ്ടവരാണ്, ഇവിടെയുള്ള എല്ലാ അണികളും മരിക്കേണ്ടവരാണ്, ഇവിടെ ജനിച്ചവരെല്ലാം മരിക്കേണ്ടവരാണ്. ആ മരിച്ചു പിരിയേണ്ട ഈ ലോകത്തെ താൽക്കാലികാധികാരത്തിന് വേണ്ടി കടിപിടി കൂടാൻ അതിബുദ്ധിമാന്മാരായ ആളുകളെ കിട്ടൂല. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ طلقوا الدنيا وخافوا الفتنا. രാഷ്ട്രീയാധികാരത്തിന് വേണ്ടി കടിപിടിയും കലപിലയും അടിപിടിയും കൂടുന്ന ആളുകൾ, അതിലൊന്നും പങ്കുചേരാതെ മാറിപ്പോകുന്നവരെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾ വിവേകമില്ലാത്തവരാണെന്ന്, ഞങ്ങൾക്ക് കാര്യബോധമില്ലാത്തവരാണെന്ന്. ഞങ്ങൾ ഈ താൽക്കാലികാധികാരത്തിന് വേണ്ടി കടിപിടി കൂടി തെരുവിൽ ഇറങ്ങി ബഹളമയങ്ങൾ ഉണ്ടാക്കാൻ, അതിനുവേണ്ടി ചെലവഴിക്കാൻ ഞങ്ങൾക്ക് ആയുസ്സില്ല.
ഞങ്ങളുടെ ആയുസ് അനന്തമായ അധികാരത്തിന് വേണ്ടി അധ്വാനിക്കാനാണ്, നാളെ തെറിച്ചു പോകുന്ന കസേരയ്ക്ക് വേണ്ടി മത്സരിക്കാനല്ല, ഒരിക്കലും തീരാത്ത കൊട്ടാരത്തിന് വേണ്ടിയാണ്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا أنها ليست لحي وطنا. അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. ആ ബുദ്ധിമാന്മാർക്കുള്ള തിരിച്ചറിവേതാണ്, ഈ ദുനിയാവ് എന്നത്തേക്കുമുള്ള വീടല്ല, ഇത് താൽക്കാലികമായ വീടാണ്. ഇതിന്നല്ലെങ്കിൽ നാളെ വിട പറയേണ്ട വീടാണ്. ഇതിൽ എത്രയെത്ര പുതിയാപ്പളമാരാണ് മനസ്സിൽ സ്വപ്നം കണ്ട പുതിയ പെണ്ണിനെ പ്രാപിക്കുന്നതിന് മുമ്പ് ലോകത്തെന്ന് വിട പറഞ്ഞില്ലേ? എത്രയെത്ര പുതിയാപ്പളമാരാണ് വീട്ടിൽ നിന്ന് ഒരുങ്ങിയിറങ്ങിയിട്ട് നിക്കാഹിന് കൈ കൊടുക്കുന്നതിന് മുമ്പ് മരിച്ചു പോയില്ലേ? എത്രയെത്ര പുതിയ പെണ്ണുങ്ങളാണ് ഒരുങ്ങി തയ്യാറായിട്ട് മണവാളനെ എത്തുന്നതിന് മുമ്പ് വിട പറഞ്ഞില്ലേ? ഇതിലെത്രയെത്ര ഓമന മക്കളാണ് അവര് വാത്സല്യത്തോടെ അണച്ചുകൂട്ടേണ്ട വാപ്പമാര് യാത്രയായിട്ട് കരയുന്ന ലോകമാണ്. ുള്ള ഈ ലോകം നൈമിഷികമായ ലോകമാണ്. സാധാരണ വെള്ളിയാഴ്ച വിളിച്ചു ചോദിക്കാറില്ലേ, ഐനൽ മുലൂകു വൽ കാസിറ വൈനൽ ഉമറാ വൽ ജബാബിറ. ഇന്നലകളിലെ രാജാക്കൾ എവിടെ പോയി? ചക്രവർത്തിമാരെവിടെ പോയി? നേതാക്കൾ എവിടെ പോയി? പോക്കിരികൾ എവിടെ പോയി? എല്ലാവരും ഇവിടുന്ന് മരിച്ചു പിരിയേണ്ടവരാണ്. പക്ഷേ ജയിച്ചവരാരാണ്? ഇവിടുന്ന് ഈമാനോടെ മരണപ്പെട്ടു പോയവരാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, രക്ഷിതാക്കളെ, അല്ലാഹുവിലേക്ക് മടങ്ങണം. ആ റബ്ബിലേക്ക് മടങ്ങാനുള്ള മാസമാണ് റജബുൻ ശഹറുല്ലാഹ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അതിന് ഒരുപാട് അർത്ഥമുണ്ട്. അതിലൊരർത്ഥം ഞാൻ പറയാ. അല്ലാഹുവിനെ മുത്തുനബിതങ്ങൾ കണ്ടുമുട്ടിയിട്ട് അല്ലാഹുവിൽ നിന്ന് പ്രത്യേക സമ്മാനം നമുക്ക് കൊണ്ടുവന്നു തന്ന മാസമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഇസ്രാ നടത്തി, മേറാജ് നടത്തിയ മാസമാണ്. ആ ഇസ്രായിലും മേറാജിനുമുള്ള വലിയൊരു മുഹൂർത്തമുണ്ട്. സാധാരണ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു നാട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് മുഖദ്ദിമത്തുൽ ജയ്ഷ് എന്ന പോലെ ഒരു മുൻനിര സൈന്യം ചെല്ലുന്നതാണ്. അവര് പോയി സന്ദേശ പ്രചരണം നടത്തും, അവിടെ ഗ്രൗണ്ട് വർക്ക് നടത്തും. മിസ്അദ് ബിൻ ഉമൈർ തങ്ങളും അസ്അദ് ബിൻ സുറാറ തങ്ങളും മദീനയിൽ ദഅവത്ത് നടത്തിയതുപോലെ ആദ്യം വന്ന് ചില സന്ദേശ പ്രചരണം നടത്തും. അവരോട് പിന്നീട് വന്നിട്ട് പ്രധാന നേതാവ് ചോദിക്കും, അല്ല, നിങ്ങളെ വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കൊടുത്തില്ലേ? ഇന്നാലിന്ന പ്രവർത്തനങ്ങൾ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയാണ് കഴിഞ്ഞകാല അമ്പിയാക്കളോട് മേറാജിന്റെ രാത്രിയിൽ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് മുത്തുനബി തങ്ങളോട് അല്ലാഹ് പറയുകയാണ്, ചോദിക്കൂ നബിയേ, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. സുൽത്താനുൽ അംബിയ ആയ നബിതങ്ങൾ നേരത്തെ വന്ന് അവിടുത്തെ പിൻഗാമികളെന്ന് പറയാവുന്ന, അവിടുത്തെ അനുയായികളെന്ന് പറയാവുന്ന നേരത്തെ വന്ന അമ്പിയാക്കളോട് ചോദിക്കുകയാണ്, അല്ല,
നിങ്ങൾ ശരിയായ തൗഹീദല്ലേ ദഅവത്ത് നടത്തിയത്, ശരിയായ ഈമാനല്ലേ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് നബി തങ്ങൾ ചോദിക്കുകയാ. وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെയാണ് ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നേ വന്ന അമ്പിയാക്കന്മാരോട് ചോദിക്കുകയാണ്, ശരിയായ തൗഹീദല്ലേ ഇവിടെ പ്രചരിപ്പിച്ചത്? അതേ അമ്പിയാക്കന്മാരെല്ലാം പറഞ്ഞു, അതേ നബിയേ, അവിടുന്ന് ഞങ്ങളുടെ നേതാവാണല്ലോ, ഞങ്ങൾ ആദ്യം വന്നവരാണ്, ഞങ്ങളെല്ലാം ഓരോരോ പ്രവിശ്യയിലേക്ക് വന്നവരാണ്, അവിടുന്ന് ലിൽ ആലമീൻ ലോകത്തിന് മുഴുവനും വന്ന നേതാവാണ്. തങ്ങളാ മുന്നേ വന്ന അമ്പിയാക്കന്മാരോട് മീറ്റിംഗ് നടത്തിയിട്ട് കാര്യം മനസ്സിലാക്കിയ മുഹൂർത്തം ഈ പരിശുദ്ധമായ മേറാജിന്റെ രാവിലാണ്. ആ തൗഹീദിന്റെ പ്രഖ്യാപനം ലോകോത്തരമായി നടന്നതിന്റെ ആഘോഷമാണ്. റജബുൻ ഷഹറുല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഗിഫ്റ്റാകുന്ന നിസ്കാരം നേരിട്ട് വാങ്ങിക്കൊണ്ട് തന്ന രാത്രിയാണ്. അതാണ് ഈ റജബിലെ മിഅ്റാജ് രാവെന്ന് പറയുന്നത്. മാത്രമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കളുടെ നേതാവായ മുത്തുനബി തങ്ങൾ അല്ലാഹുവുമായി സംഭാഷണം നടത്തിയ രാത്രിയാണ്, റബ്ബിനോട് സംഭാഷണം നടത്തിയ രാത്രിയാണ്. വറആഹു ഐനൻ വഫുആദൻ മർഹബാ. അല്ലാഹുവിന്റെ മാസമായി റജബിൽ മിഅ്റാജിന്റെ ഓർമ്മകളും ഇസ്രാഇന്റെ ചരിത്രവും വായിക്കുന്ന ഈ മാസത്തിൽ നമ്മൾ റബ്ബിലേക്ക് നന്നായി മടങ്ങണം. പ്രിയമുള്ളവരെ, ഇവിടെ ആലിമീങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് തഖ്വയിലേക്കാണ്. പണ്ഡിതന്മാരുടെ ദൗത്യം ജനങ്ങളുടെ ഈമാൻ സംരക്ഷിക്കലാണ്. വേറെ ഏതെങ്കിലും താൽക്കാലിക വിഷയങ്ങളിൽ ഉടക്കിക്കിടന്ന് പിടിവലി കൂടലല്ല. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അവർക്ക് ഇവിടത്തെ അധികാരം വേണ്ട, അവർക്ക് ഇവിടത്തെ താൽക്കാലിക മേന്മകൾ വേണ്ട. അവർക്ക് വേണ്ടത് അല്ലാഹുവിന്റെ പ്രീതിയാണ്. നൽകിയത് തഖ്വയുടെ സന്ദേശമാണ്. കണ്ടില്ലേ, ആലിമീങ്ങളുടെ പണി ജനങ്ങളുടെ ഖൽബിൽ ഈമാൻ നിലനിർത്തലാണ്, അത് വളർത്തിക്കൊണ്ടുവരലാണ്. റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവറുകൾ, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ചിലപ്പോൾ അവർക്ക് ഈ ഭൗതിക ലോകത്തെ ഒരു വിഷയത്തിലേക്കും അവർക്ക് ചർച്ചയില്ല, അവരിലില്ല, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാൻ അഹ്സനി മടിത്തട്ടിൽ കിടന്ന് വെള്ളിയാഴ്ച ജുമഅയുടെ തൊട്ട് മുമ്പ് അതാ വഫാത്താവുകയാണ്. മകന് കെലിമ ചൊല്ലിക്കൊടുത്ത് മകന്റെ ജനാസ മടിത്തട്ടിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോയ ആദരണീയരായ ഉസ്താദ് അവറുകൾ അല്ലാഹുവിന്റെ ഖളായിൽ പൊരുത്തപ്പെട്ട് പിറ്റേന്ന് രാവിലെ ആലോചിക്കുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലിരുന്നാൽ ഒരുപാട് ആളുകൾ വന്നിട്ട് അനുശോചനം പറയും, ദുആ ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ എനിക്കും എൻ്റെ മകനും ഏറ്റവും ഗുണകരമായത് അല്ലാഹുവിന്റെ ഇൽമു കൊണ്ട് ജോലിയാവലാണ്. നേരെ ഇഹ്യാ ഉസ്സുന്നയിലേക്ക് വരുന്നു, സഹീഹുൽ ബുഖാരി മറിക്കുന്നു. യുവ പണ്ഡിതന്മാരായ ഉപരിപഠനത്തിന് വേണ്ടി വന്ന യുവ പണ്ഡിതന്മാർക്ക് സഹീഹുൽ ബുഖാരി ദർസ് എടുക്കുകയാണ്. കാരണം അവരുടെ ഖൽബിലുള്ള ചിന്ത അല്ലാഹ് അല്ലാഹ്,
ഞാൻ അവിടുന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അഹ്സനി അവറുകൾ മരണപ്പെട്ടതിന്റെ അന്ന് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഏതായാലും ഒന്ന് സിയാറത്ത് ചെയ്ത് ഉസ്താദിനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ ഉസ്താദ് അവറുകൾ ഇഹ്യാ ഉസ്സുന്നയിൽ ദർസിലാണ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ആരെയാണ്? അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ശിഷ്യനായ ഖാദി അബൂ യൂസുഫ് തങ്ങളെയാണ്. ഖാദി അബൂ യൂസുഫ് തങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി. അപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് ബേജാറ്, എന്റെ മകൻ മരണപ്പെട്ട് ജനാസയുടെ ക്രിയകൾക്ക് വേണ്ടി ഇവിടെ നിന്നാൽ അബൂ ഹനീഫ ഇമാമിന്റെ ദർസ് എനിക്ക് നഷ്ടമാകും. മഖാഫത അൻ യഫൂതനി ദർസു അബീ ഹനീഫ, അബൂ ഹനീഫ തങ്ങളുടെ ദർസ് എനിക്ക് നഷ്ടമായി കൂടാ. അല്ലാഹുവിന്റെ ഇൽമ പഠിക്കാൻ അവര് പോവുകയാണ്. പ്രിയമുള്ളവരെ, സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും എല്ലാം നമ്മെ ക്ഷണിക്കുന്നത് ഏതെങ്കിലും താൽക്കാലിക അധികാരത്തിലേക്കല്ല. മഹാനരായ കാന്തപുരം ഉസ്താദ് അവറുകളുടെ പ്രവർത്തനങ്ങളെ മുഴുവനും ജനങ്ങളെ തഖ്വയിലേക്ക് കൊണ്ടുവരാനാണ്. അല്ലാതെ ഉസ്താദിനൊരു അധികാര സ്ഥാനം കിട്ടാനാണോ? അല്ല. രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ലഭിക്കാനാണോ? അല്ല. അവരുടെ രാപ്പകലുകൾ മുഴുവനും ലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഇന്നും ഏകദേശം 11:30 വരെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ ആയിരക്കണക്കിനെന്ന് പറയാം മുതഅല്ലിമുകൾക്ക് ഇൽമിന്റെ ദർസ് നടത്തിയിട്ട് പിന്നീട് അവിടുന്ന് പ്രയാണമാണ്. അതെന്തിനാണ്? ദീനിയായ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകാനാണ്. അവർ ജീവിക്കുന്നത് ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഉമ്മത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ നമ്മുടെ ഖൽബിൽ ഈമാൻ തരാനും നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കാനും നമ്മളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനും കഠിനാധ്വാനം ചെയ്യുന്ന ആലിമീങ്ങളെയും താൽക്കാലികമായ രാഷ്ട്രീയാധികാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും കക്ഷികളെയും ഒരേ രീതിയിൽ നമ്മൾ വായിക്കല്ലേ മക്കളെ. ഒരു കൂട്ടരുടെ ലക്ഷ്യം ഇവിടുത്തെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനാണ്. അതിൽ ശരിയും തെറ്റുമുണ്ടാകാം, അതിപ്പോഴെന്റെ ചർച്ചയല്ല. അതേ സമയത്തെ ആലിമീങ്ങളുടെ ലക്ഷ്യം എന്താണ്? ജനങ്ങളുടെ ഖൽബിൽ ഈമാൻ നൽകലാണ്, തഖ്വ നൽകലാണ്, ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കലാണ്, പുതിയ തലമുറയ്ക്ക് ഈമാൻ നൽകലാണ്, അവരെ റബ്ബിന്റെ വഴിയിലേക്ക് കൂട്ടലാണ്. അവരുടെ ആനന്ദം അതാ കുറെ കുട്ടികൾ ഇൽമ പഠിക്കുമ്പോഴാണ്, ഈമാനിലേക്ക് വരുമ്പോഴാണ്. അതുകൊണ്ട് ആലിമീങ്ങളെ ആലിമീങ്ങളായി കാണാൻ, അവർക്ക് ഇൽമിന്റെ ബഹുമാനത്തോടെ അവരെ സമീപിക്കാൻ, സയ്യിദന്മാരെ സയ്യിദന്മാരായി കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെയും സുന്നത്തിനെയും പ്രഭാവത്തെയും കൃത്യമായി നമ്മുടെ മുമ്പിൽ ആഖ്യാനിച്ച് വ്യാഖ്യാനിച്ചു തരേണ്ടവരാണ് സയ്യിദന്മാർ. ആ സയ്യിദന്മാർ ഇവിടെ സ്വലാത്തിന്റെ ഹൽഖ് നടത്തുന്നത് ഹബീബായ നബിതങ്ങളിലേക്ക് നമ്മളെ അടുപ്പിക്കാനാണ്. അവര് ദീനീ സ്ഥാപനങ്ങൾ നടത്തുന്നത് ജനങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കാനാണ്. ആ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ആദരവോടെ കാണാൻ മറ്റേതെങ്കിലും ഒരു മാനദണ്ഡത്തിൽ വായിക്കേണ്ടവരല്ല, രണ്ടും ഒരേ രീതിയിൽ കാണേണ്ടവരല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ മുസ്ലിം ഗവൺമെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പൊതുജനങ്ങളോട് പറയാം നമ്മുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന്. പക്ഷേ ആ യൂണിവേഴ്സിറ്റികളുടെ ലക്ഷ്യം എന്തല്ല? ജനങ്ങൾക്ക് ഈമാൻ ഉണ്ടാക്കലല്ല, തഖ്വയുണ്ടാക്കലല്ല. ജനങ്ങൾക്ക് തഖ്വയും ഈമാനും ഉണ്ടാക്കുന്ന പാഠശാല ഏതാണ്? അത് അഹ്ലുസ് സുഫയിൽ നിന്ന് തുടങ്ങിയ ദീനീ ദർസുകളാണ്. ആലിമീങ്ങൾ നടത്തിയ അറബിക്ക് ആലിമീങ്ങൾ നടത്തുന്ന ശരീഅത്ത് കോളേജുകളാണ്, ദഅവാ കോളേജുകളാണ്. അതിന്റെ ലക്ഷ്യം ജനങ്ങൾക്ക് ഈമാൻ നൽകലാണ്. ജാമിഅ മില്ലിയയുണ്ട്. ഈ ഉമ്മത്തിന് പറയാം ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു കോളേജ് ഉണ്ടെന്ന്. പക്ഷേ അതിന്റെ സ്ഥാപിത ലക്ഷ്യം എന്തല്ല? തഖ്വയും ഈമാനുമല്ല.
അതേ സമയത്ത് നല്ല ദർസുകളുണ്ട്. ആ ദർസുകളുടെ ലക്ഷ്യം എന്താണ്? അഹ്ലുസ്സുഫത്തിനോട് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ചിട്ടയും ഈമാനും അത് നല്ല നിലക്ക് ജനങ്ങൾക്ക് പഠിപ്പിച്ച് അവരുടെ രണ്ട് ലോകത്തും മോക്ഷം നൽകലാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ വ്യാഖ്യാനം ആ നിലയിലും മതപണ്ഡിതന്മാരെ ആ ഗണത്തിലും ഉൾക്കൊള്ളിച്ച് ആദരവോടെ ബഹുമാനത്തോടെ കാണാനുള്ള ഒരു വിവേകം ഈ ഉമ്മത്തിന് വേണമെന്ന് ഓർമ്മപ്പെടുത്തി, പ്രിയമുള്ളവരെ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നല്ലതുപോലെ ഉള്ളറിഞ്ഞ് കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. മഹാനരായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാണ്. ഒരു പ്രഭുവിന്റെ മകനാണ്, പേർഷ്യയിൽ ജനിച്ചതാണ്. 250 കൊല്ലം ജീവിക്കാൻ ആയുസ് കിട്ടിയ സ്വഹാബിയാണ്. ആ സ്വഹാബി 250 കൊല്ലം ജീവിച്ചിട്ടും വലിയ ഒരു വീടുണ്ടാക്കാൻ ആഗ്രഹിച്ചില്ല. അവസാനം സഅദ് റളിയല്ലാഹു അൻഹു 250-ാമത്തെ വയസ്സിൽ ഇറാനിലെ ഇറാഖിലെ മദിയനിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മരണാസന്ന ഘട്ടത്തിൽ കിടക്കുമ്പോൾ കരയുകയാണ്. ഓ സൽമാൻ എന്നവരെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മറ്റൊന്നിനുമല്ല, അല്ലാഹു നൽകിയ നിഅമത്തുകളെ കുറിച്ച് നാളെ ചോദിക്കുമല്ലോ. വീടും വീട്ടിലെ സൗകര്യങ്ങളും നാളെ അള്ളാന്റെ കോടതിയിൽ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു നോക്കി, സൽമാനുൽ ഫാരിസി തങ്ങൾ എന്ന മദിയനിന്റെ ഗവർണറുടെ സ്വത്ത് എത്രയാണ്? കിടന്നാൽ കാല് തട്ടുന്ന നീളമുള്ള, നിന്നാൽ തല തട്ടുന്ന ഉയരമുള്ള ഒരു ഷെഡാണ് മഹാനവറുകളുടെ വീട്. അപ്പോൾ ചോദിച്ചു, അല്ല, എന്തിന്റെ പേരിലാണ് സൽമാൻ തങ്ങളെ കരയുന്നത്? അതാ, എനിക്ക് നല്ലൊരു തലയുണയുണ്ടല്ലോ, 20 ദിർഹമിന്റെ മൂല്യമാണ് സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് അവസാനം കൽബിൽ ബേജാറ് വരുന്നത്. പ്രിയമുള്ളവരെ, ചരിത്രമാണ് ഞാൻ പറയുന്നത്. 20 ദിർഹം മൂല്യമുള്ള സ്വത്താണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് ബേജാറ്. ഇതിനെക്കുറിച്ച് അല്ലാഹു ചോദിക്കുമോ? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതങ്ങ് സ്വതക്ക ചെയ്തേക്കാം. അതങ്ങ് സ്വതക്ക ചെയ്തു എന്ന് അറിയുമ്പോൾ സൽമാൻ തങ്ങൾക്ക് ആശ്വാസമായി. ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറിയൊരു ഡെപ്പിയുണ്ടല്ലോ, ഒരു കുഞ്ഞു പാത്രം, അതിങ്ങ് കൊണ്ടുവരീ. അതിൽ അല്പം കസ്തൂരിയുണ്ട്. ഒരു പാത്രം വെള്ളം കൊണ്ടുവരണം. ആ കസ്തൂരി ആ വെള്ളത്തിലിട്ട് കലർത്തിയിട്ട് ഞാൻ ഈ കിടക്കുന്നതിന്റെ 4 ഭാഗത്തും തളിക്കണം. എന്നിട്ട് നീ തൽക്കാലം പുറത്തേക്ക് പോയിക്കോ. ഭക്ഷണം വേണ്ടാത്ത കുറച്ച് അതിഥികൾ ഇവിടെ വരാനുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പരലോകത്ത് കാണാം എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് സൽമാൻ തങ്ങൾ അവിടുന്ന് അതാ വിവാഹം കഴിക്കുന്നത്. 250 വയസ്സുള്ള മഹാനവറുകൾ 200 വയസ്സിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. ഇരിക്കട്ടെ, ആ മഹാനരായ സൽമാൻ തങ്ങളുടെ ഭാര്യ അതേ പറഞ്ഞ പോലെ സുഗന്ധം തെളിച്ച് പൊരുത്തം ചോദിച്ച് സന്തോഷം പറഞ്ഞ് ആ കുടിലിൽ നിന്ന് വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി. അബ്ദുള്ള എന്ന കുഞ്ഞുമോനുമുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ആ ഷെഡിന്റെ ഉള്ളിൽ നിന്ന് നല്ല വർത്തമാനം കേൾക്കുന്നു.
കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിശബ്ദമാണ്. തുറന്നു നോക്കിയപ്പോൾ അല്ലാഹുവിലേക്ക് യാത്രയായി പോയി. ആരാണ്? മദിയനിന്റെ ഗവർണറാണ്. ആദ്യം പേർഷ്യയിലെ പ്രഭുവിന്റെ മകനായിരുന്ന മഹാൻ അതാ മദിയനിലെ ഗവർണറായി ലോകത്തോട് വിട പറയുമ്പോ ഒന്നും കരുതിയിട്ടില്ല. നമ്മുടെ ഭാഷയിൽ, അവരുടെ ഭാഷയിലോ എല്ലാം നാളത്തേക്ക് കരുതി വെച്ച് പോയ സൽമാനുൽ ഫാരിസി തങ്ങൾ, അതുപോലെ അബൂ ഹുറൈറ തങ്ങൾ, അല്ലാഹുവേ അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാം നീ മുത്തഖീങ്ങളിലേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, നിങ്ങളോടൊക്കെ കുറെ നേരം വഴന്നു പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഊരകത്ത് ഒരു പരിപാടിയിലൂടെ പങ്കെടുക്കാനുണ്ട്. അവിടെ ഒരു 9 മണിക്കെങ്കിലും എത്തണമെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ഇപ്പൊ തന്നെ കുറെ സമയം വൈകിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. അല്ലാഹു ജല്ല ജലാലു നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് നിന്നാല് ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് സംഘാടകർ അങ്ങോട്ട് വരുമ്പോ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. പ്രായമുള്ള ഉപ്പമാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ, അവരെല്ലാം കൂടി ഒന്നിങ്ങനെ കയറി വന്നിട്ട് ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് സംഘാടകര് ബക്കറ്റും കൊണ്ട് അങ്ങോട്ട് വരുമ്പോ എല്ലാവരും നല്ല സംഭാവന ഈ പരിപാടിക്ക് കൊടുക്കണം. SSFന്റെയും SYSന്റെയും പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. അൽഹംദുലില്ലാഹ് റിസാലയ്ക്ക് 100 വരിക്കാരിലേറെ ചേർത്തുകൊണ്ട് റിസാല ഗ്രാമം സാധ്യമാക്കിയ യൂണിറ്റാണ്. അള്ളാഹു ഇവിടുത്തെ പ്രവർത്തകർക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത ഇവിടുത്തെ കാരണവന്മാർ, SYSന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തകർ, എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ സംഘടനകളും ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാനും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാനും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാക്കാനുമുള്ള പ്രസ്ഥാനമാണ്. നിങ്ങളെല്ലാം സഹായിക്കണം. അതുകൊണ്ട് ബക്കറ്റും കൊണ്ട് പ്രവർത്തകർ വരുമ്പോ ഉപചാരത്തിന് വേണ്ടിയുള്ള സംഭാവനയല്ല. 500, 1000, 2000 ഞങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് എത്രയാണോ നല്ല സംഭാവനകൾ നൽകി സഹകരിക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന ോട് പറയാനുള്ളത്, ഒരു നേരത്തെ നിസ്കാരവും ഖളാ ആവരുത്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. വല്ല ദുശ്ശീലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി തഖ്വയോടെ ജീവിക്കണം. ഉമ്മപെങ്ങന്മാര് നല്ല സ്വലാഹിയത്തോടെ ജീവിക്കണം. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്തിലിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه جزيلا وجميلا بدوام ملكك يا الله يا الله يا رب البيت العتيق يا رب الزمزم والمقام يا رب المشعر الحرام. اللهم يا ذا الفضل والإحسان. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതുമെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. വെള്ളിയാഴ്ച രാവാണ്. ഈ രാവിൽ സ്വലാത്തു സലാമുകൾ ചൊല്ലിയാൽ നേരെ ഞങ്ങളുടെ രാജാവിന്റെ മുമ്പിൽ കാണിക്കെത്തുന്ന രാത്രിയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് മദീനയിലേക്ക് അടുപ്പിച്ചു തരണേ റഹ്മാനെ. ഒരുപാട് തവണ ഞങ്ങളെ മദീനത്ത് എത്തിക്കണേ റഹ്മാനെ. ഒരുപാട് തവണ കിനാവിൽ ആ ഹബീബായ തങ്ങളെ ചിരിക്കുന്ന മുഖം കണ്ട് ആനന്ദിക്കാൻ, അവസാനം മരിക്കുന്ന സമയത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, കൂട്ടുകുടുംബാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ.
അദീമായ ജല്ല ജലാലായ റബ്ബേ, ഞങ്ങളുടെ എല്ലാം ആഖിബത്ത് നീ നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണം വരെ ഇൽമിന്റെയും ദീനിന്റെയും ഖിദ്മത്തിന് ഞങ്ങൾക്ക് വലിയ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ വേദിയിൽ തന്നെ ദർസ് നടത്തുന്ന അബ്ദുർ റസാഖ് സഖാഫി അടക്കം, അതുപോലെ തന്നെ നൗഷാദ് സഖാഫി, മറ്റുള്ള ഉസ്താദുമാർ, ഞങ്ങൾക്കെല്ലാം മരണം വരെ ഇൽമിന്റെ ഖിദ്മത്തിനുള്ള വലിയ തൗഫീഖ് നീ ഓശാരമായി തരണേ റഹ്മാനെ. കൂടുതൽ പഠിക്കാനും സ്വാലിഹായ അമലുകൾ ചെയ്യാനും ദീനിന് ദഅവത്ത് നടത്താനും റബ്ബേ നീ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ റബ്ബേ. ഇസ്തിഗ്ഫാറിന് വളരെ മഹത്വമുള്ള റജബ മാസമാണ്. ഞങ്ങളുടെ പാപങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ വെടിപ്പുള്ളതാക്കണേ അല്ലാഹ്. രണ്ടും നിന്റെ റിളയിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹലാലല്ലാത്ത ഒരു ഭക്ഷണവും ഞങ്ങളുടെ പള്ളയിൽ കടക്കുന്നതിന് തൊട്ട് കാക്കണേ അല്ലാഹ്. ഹലാലല്ലാത്ത ഒരു സ്വത്തും ഞങ്ങൾക്ക് തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. കടങ്ങൾ തന്ന ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഇവിടെ ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഓപ്പറേഷൻ അഭിമുഖീകരിക്കേണ്ടവരുണ്ട്, അവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഓപ്പറേഷൻ ഇല്ലാതെ രോഗം ശിഫയാക്കാൻ അധികാരമുള്ള റബ്ബേ, നിന്റെ ഔദാര്യം കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞ് സന്താനങ്ങളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുള്ള എത്രയോ ആളുകളാണ്, അവരുടെ കടങ്ങളെല്ലാം നീ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും സ്ഥാപനത്തിന്റെ പേരിലും അല്ലാതെയും കടങ്ങളുള്ളവര് ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് അല്ലാഹ്. കടങ്ങൾ വീടാനുള്ള വഴി നീ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ അണുക്കൾ ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ ഈ രാവിന്റെയും ഈ മാസത്തിന്റെയും മുത്തുനിബിതങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ അത് പൂർണ്ണമായും ഞങ്ങളിൽ മാറ്റി നീ ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാഹ്. ഉള്ളവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുത്തുനിബിതങ്ങളോടുള്ള ഇഷ്ക് കൊണ്ട് ഞങ്ങളുടെ കൽബ് നിറയ്ക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് പൊരുത്തമുള്ള മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഖുർറത്തു ഐനാക്കണേ അല്ലാഹ്. ഒരാളെയും ദലാലത്തിലാക്കല്ലേ റബ്ബേ, ഫിസ്ഖിലാക്കല്ലേ റബ്ബേ, വഴികേടിലാക്കല്ലേ റബ്ബേ. ഞങ്ങൾക്കെല്ലാം നീ ഇജാബത്ത് നൽകണേ റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, പരീക്ഷ എഴുതി ഞങ്ങളുടെ മക്കൾക്കെല്ലാം വിജയം നൽകണേ അല്ലാഹ്. ആമീൻ ചൊല്ലുന്ന ഉമ്മബെങ്ങന്മാർക്ക് റാഹത്തും ബറക്കത്തും നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഈ നാടിന്റെ എല്ലാവിധ ആത്മീയ ചൈതന്യവുമായി ഇപ്പോൾ അവിടുന്ന് പാരത്രിക ലോകത്തേക്ക് ഞങ്ങൾ നീ യാത്രയായ വൈരത്തൂർ ബഹുമാനപ്പെട്ട തങ്ങളും പാപ്പാവർകൾ അല്ലാഹുവേ, അവരുടെ പാരത്രികമായ പദവികൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന വലിയ വ്യക്തിത്വമാണ്. അതാ അവസാന ദിവസം വരെയും ഇത്തരം വേദികൾക്ക് സാരഥ്യം കൊടുത്തവരാണ്. അല്ലാഹുവേ, അവരുടെ പദവികൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ മഖാമിൽ നടക്കുന്ന സ്വലാത്ത് കൊണ്ടാണ് മകൻ ജലാലുദ്ദീൻ തങ്ങൾക്ക് ഇവിടെ എത്താൻ സൗകര്യപ്പെടാഞ്ഞത്. അല്ലാഹുവേ,